ഇസ്രയേലും ഇറാനും തമ്മിൽ നീണ്ടുനിന്ന 12 ദിവസത്തെ യുദ്ധത്തിന് പറയുന്ന 12-day വാർ എന്നാണ്. ഈ യുദ്ധത്തിൻ്റെ പര്യവസാനം അല്ലെങ്കിൽ താൽക്കാലികമായി വെടിനിർത്തൽ നിലവിൽ വന്നത് ഖത്തറിലെ അമേരിക്കയുടെ എയർബേസ് തകർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ്. ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അയത്തുള്ള അൽ ഖമനേയി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ഇസ്രയേലിൽ നിന്നും എന്ത് പ്രകോപനമുണ്ടായാൽ അതിൻ്റെ മറുപടി എന്നത് തിരിച്ചും ഏറ്റവും ശക്തമായ രീതിയിൽ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പ്രതിരോധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിലാണ് ഇസ്രയേൽ ഇപ്പോൾ ഖത്തറിൽ ആക്രമണം നടത്തിയത്. അതായത് ഹമാസിലെ ചില നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തിയെന്ന് പറയുന്നു. എന്നാൽ ഖത്തറിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഖത്തറിലെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. ഇതിനെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു രീതിയാണ്. ഖത്തറുമായി നല്ല രീതിയിൽ ബന്ധം പുലർത്താൻ ശ്രമിക്കുന്ന രാജ്യമാണ് അമേരിക്ക. നമുക്കറിയാം, ഖത്തർ ഈ വിഷയത്തിൽ മീഡിയേറ്ററായി പല രീതിയിലും നെഗോസിയേഷൻസ്, അതായത് വിട്ടുവീഴ്ചകളുമായി ബന്ധപ്പെട്ട് വിലപേശൽ ഉൾപ്പെടെ ഈ പറയുന്ന ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധ സാഹചര്യത്തിൽ പറയാൻ ശ്രമിച്ച രാജ്യമാണ്. അതേ ഖത്തറിനെ ആക്രമിച്ചുകൊണ്ട് ഇതൊരു സ്റ്റേറ്റ് ടെററിസമാണ്, ഈ രാജ്യത്തിനുള്ളിൽ ഒരു തീവ്രവാദ രീതി പോലെയാണ് ഇസ്രയേൽ പെരുമാറിയത്. ഈ കാര്യത്തിൽ ഇസ്രയേൽ നല്ലപോലെ തിരിച്ചടി നേരിടേണ്ടി വരും. ഹമാസിനെ കേന്ദ്രീകരിച്ച് ഖത്തറിലേക്ക് ആക്രമണം അഴിച്ചുവിടാൻ ഇസ്രയേലിന് ആരാണ് ലൈസൻസ് കൊടുത്തത്? ഹമാസ് ഇസ്രയേലിൻ്റെ ശത്രുവായിരിക്കാം, പക്ഷേ ഖത്തറിൽ ഈ രാജ്യത്തേക്ക് തൊടുത്തുവിടാൻ മിസൈൽ അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിടാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത്? ഹൂ ഗേവ് യു ദ പെർമിഷൻ എന്നുള്ള രീതിയിലാണ് ഖത്തർ ചോദിക്കുന്നത്. നമുക്കറിയാം, ഈ വിഷയങ്ങളിൽ ദോഹ എടുക്കുന്ന നിലപാട് കൃത്യമായും ടെഹ്റാന് അനുകൂലമാകുന്ന സാഹചര്യമാണ്. കൂടുതൽ കരുത്ത് പകരുന്ന രീതിയിലുള്ള ഇറാൻ്റെ നീക്കങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റഷ്യയും ഫ്രാൻസുമൊക്കെ ഇറാൻ്റെ പക്ഷത്തേക്ക് നിൽക്കുമ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അളമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ സമനില തെറ്റി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അവരുടെ നിലപാട് പോകുന്നത്. ഒന്ന് ആലോചിക്കുക, സ്വന്തമായി ഒരു വ്യക്തിത്വം പോലും കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത നേതാവായി ബെഞ്ചമിൻ നെതന്യാഹു അധപ്പതിച്ചിരിക്കുന്നു. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എന്ത് കഠിനമായി ശക്തമായി ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നു അതൊക്കെ അനുസരിച്ചാലേ പറ്റുള്ളൂ. ഒരു ഒബീഡിയൻറ്റ് പിറ്റ്ബുള്ളാണ് നെതന്യാഹു എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇറാനിലെ പരമോന്നതകാരിയായ അയത്തുള്ള അൽ ഖമനേയി വ്യക്തമാക്കിയതാണ്. നെതന്യാഹു ഒരു അനുസരണയുള്ള വളർത്തുനായെ പോലെ, ഇസ്രായേൽ അങ്ങനെയാണ്, ആ രാജ്യത്തിൻ്റെ സ്ഥിതിഗതികൾ. ഖത്തറിലേക്ക് ആക്രമണം നടത്തി ഹമാസിൻ്റെ നേതാക്കളെ ടാർഗറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞ് നടത്തിയ ആക്രമണത്തെ ശക്തമായി അമേരിക്ക അപലപിച്ചിരിക്കുന്നു. ഇസ്രായേൽ വീണ്ടും ഒറ്റപ്പെട്ടിരിക്കുന്നു.